Hello guys. 1960s 1970s US സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള കോൾഡ് വാറിൻ്റെ സമയമായിരുന്നു. 1970s ഒരു പുതിയ തരം വാർഫെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അതാണ് സൈക്കിക് വാർഫെയർ. അതായത് CIA റഷ്യയും സൈക്കിക് പവറുള്ള ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇവർക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് റിമോട്ട് വ്യൂയിങ്ങിൻ്റെ ഒരു കഴിവുണ്ട്. അതായത് അവർ എത്താതെ തന്നെ അവരുടെ കോൺഷ്യസ്നെസ്സിനെ ഡിഫറെൻറ്റ് സ്ഥലത്ത് അവർക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയും. ഇതുപോലത്തെ ഒരു എക്സ്പെരിമെൻറ്റിൽ ഒരാളുടെ കോൺഷ്യസ്നെസ്സിനെ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആൾ യാദർശികമായി മൗണ്ട് ഹെയ്സ്, അതായത് അലാസ്കയിലുള്ള മൗണ്ട് ഹെയ്സ് എന്ന് പറഞ്ഞ മൗണ്ടെയിനിൽ ആളുടെ കോൺഷ്യസ്നെസ് പോവാണ്. അതെങ്ങനെയാണെന്ന് ആൾക്കൊരു പിടിയില്ല, പക്ഷെ എങ്ങനെയോ യാദർശികമായി ആളുടെ കോൺഷ്യസ്നെസ് അവിടെ എത്താണ്. പക്ഷെ ആ മൗണ്ടൻ്റെ അടുത്ത് വേറെ സിവിലൈസേഷനോ ഒന്നുമില്ല, ആളനക്കോ ഒന്നുമില്ല. പിന്നെ ആളതിൻ്റെ ഉള്ളിൽ നോക്കുകയാണ്. ഉള്ളിൽ നോക്കുമ്പോൾ എന്താ, ഒരു ബേസ്. പക്ഷെ ആ ബേസ് ഹ്യൂമൻസ് ഉണ്ടാക്കിയതല്ല. റിമോട്ട് വ്യൂവിൻ്റെ അർത്ഥം എല്ലാ സീക്രട്സിന് എൻഡാണ്. അങ്ങനെ ഒരാൾ ഒരു പെർഫെക്റ്റ് സ്പൈ ആയിരിക്കും. കാരണം ആൾക്ക് ഏതൊരു സ്ഥലത്ത് എത്തിയിട്ട് ആൾക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും, അതും അൺഡിറ്റക്റ്റഡായി. ഈ സൈക്കിക് എബിലിറ്റിയും റിമോട്ട് വ്യൂയിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയത് വാർഫെയറിന് മാത്രമല്ല. ഇത് ശരിക്കും തുടങ്ങിയത് ഒരു റിസർച്ച് പ്രൊജക്റ്റായിട്ടാണ്. രണ്ട് സയൻറ്റിസ്റ്റ്സ്, ഹാൽ പുട്ടോഫും റസൽ ടാർഗ് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് തുടങ്ങുകയാണ്. ഇത് നടക്കുന്നത് സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവർക്ക് ഇങ്ങനെ ഒരു സൈക്കിക് പ്രൊജക്റ്റിനായിട്ട് കുറച്ച് വോളണ്ടിയേഴ്സിനെ വേണമായിരുന്നു. അപ്പോഴാണ് ഇവർ ഇംഗോ സ്വാൻ എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുന്നത്. ആൾക്ക് നല്ല സൈക്കിക്കായ ടാലൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആളുടെ ടാലൻറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്ക് ഒരു ടെസ്റ്റ് കൊടുത്ത്, അതായത് മാഗ്നോമീറ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു 30 feet കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ വച്ചിട്ട് ആൾക്ക് അതിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ കൊടുത്തു. ആൾക്ക് ഈ ഒരു മഷീനിനെ കുറിച്ച് ഇതിന് മുമ്പ് ഒരു പിടുത്തം ഉണ്ടായിട്ടില്ല. പക്ഷേ അന്ന് ആ ഒരു ദിവസം കൊണ്ട് ആളൊരു റൂമിൽ ഇരുന്നു കൊണ്ട് ആ ഉള്ള ഫുൾ മഷീനിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയാണ്. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ പറയുക മാത്രമല്ല, അത് ശരിക്കും വർക്ക് ചെയ്യുന്നത് നീഡൽ വൈസാണ്. അതിൻ്റെ ഒരു നീഡലാണ് ആ ഇലക്ട്രോമാഗ്നറ്റിക് ഫ്രീക്വൻസീസ് അറിഞ്ഞിട്ട് അതിലുള്ള ഡിസ്റ്റർബൻസിനനുസരിച്ച്, ഇപ്പോൾ നമ്മുടെ എർത്ത് ക്യൂക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും ചില ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് എർത്ത് ക്യൂക്ക് വരുമ്പോൾ നീഡൽസ് എങ്ങനെ അണങ്ങും, അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി അറിയാനായിട്ട്. അതുപോലത്തെ ന്യൂക്ലിയർ ഫ്രീക്വൻസീസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മഷീൻ യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് സോവിയത്കാർ ന്യൂക്ലിയർ വല്ലതും ചെയ്യേണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മഷീൻ യൂസ് ചെയ്തത്. പക്ഷെ ആളുടെ പവർ കാരണം, ആ ഒരു സൈക്കിക് പവർ കാരണം ആൾ നീഡിൽ അനക്കുകയാണ്. ന്യൂക്ലിയർ ഇതൊന്നുമല്ല, ആളുടെ പവർ കൊണ്ട് ആൾ നീഡിൽ അനക്കുകയാണ്. അപ്പോൾ ആൾക്ക് അത്രയും ടാലൻ്റ് നിന്ന് ആൾ പ്രൂവ് ചെയ്തു. പക്ഷേ ഈ സയൻറ്റിസ്റ്റൊക്കെ വേറൊരു പ്രശ്നത്തിൽ നിന്ന് പെട്ടു. കാരണം അവിടെ കളറൊക്കെ അടിച്ച് ആകെ സീനായി. പിന്നീട് ഈ പ്രൊജക്റ്റിനുണ്ടായ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൊജക്റ്റിനെ കുറിച്ച് CIA അറിഞ്ഞു. പിന്നീട് CIA അറിഞ്ഞതോടുകൂടെ അവർ ഈ പ്രൊജക്റ്റ് സീക്രട്ടായിട്ട് ഫണ്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആൾ കുറേ ഇതേപോലത്തെ ടെസ്റ്റുകളൊക്കെ പാസ്സാവാണ്. അതായത് ഒരു എൻവലപ്പിനെ മൂടി വെച്ച് അതിൻ്റെ അകത്ത് എന്താണെന്ന് പറയുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അവർക്കത്ര യൂസ്ഫുൾ ആയിരുന്നില്ല. അവർക്ക് വേണ്ടത് സോവിയറ്റിൻ്റെ സീക്രട്ടായ ലൊക്കേഷൻസിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനാണ് വേണ്ടത്. അപ്പോൾ അവർ പുതിയൊരു ടെക്നിക്ക് ഇൻവെൻറ്റ് ചെയ്തു. അതായത് ഒരു ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കൊടുക്കും. ആ ഒരു കോർഡിനേറ്റ് വച്ചിട്ട് ഇംഗോ സ്വാൻ അവിടുത്തെ ഡീറ്റെയിൽസ് പറയണം. ആ ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തെടുത്തു. പിന്നീട് ഒരു സൈക്കിക്കും കൂടി ഇവരുടെ ടീമിൽ ജോയിൻ ചെയ്യാണ്. അതാണ് പാറ്റ് പ്രൈസ്. പാറ്റ് പ്രൈസ് ഒരു റിട്ടയർഡ് പോലീസ്മാൻ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം സൈക്കിക് പവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും രണ്ടുപേർക്കും ഒരു തരം തന്നെയുള്ള തെറ്റ് പറ്റില്ല. അതായത് ഇംഗോ സ്വാനും പറയാണ് ഒരു ഇൻസ്റ്റാളേഷൻ NSA ഇൻസ്റ്റാളേഷൻ ഉണ്ട്. അതേപോലെ പാറ്റ് പ്രൈസും പറയാണ് അവിടെ ഒരു NSA ഇൻസ്റ്റാളേഷൻ ഉണ്ട്. ഒരു കോർഡിനേറ്ററിലാണ് രണ്ടുപേരും തെറ്റി. അതായത് നമ്മൾ പറയും ഒരാളുടെ സ്വപ്നം തന്നെ മറ്റാൾക്ക് വരാൻ വഴിയില്ല. അതുപോലെ തന്നെ ഈ റിമോട്ട് വ്യൂയിങ് ഒരാൾക്ക് വരുന്ന സാധനം അതൊരു നുണയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് വന്ന സാധനം മറ്റാൾക്ക് വരാൻ പാടില്ല. കാരണം രണ്ടുപേരുടെ ചിന്താഗതി ഡിഫറെൻ്റ് ആണ്. രണ്ടുപേർക്കും ഒരു സാധനം തന്നെ കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ അതിലൊരു സത്യമുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ഒരു NSA ഇൻസ്റ്റാളേഷൻ കണ്ടുപിടിക്കുകയാണ്. പക്ഷേ ഇത് NSA പുറത്ത് വിട്ടിട്ടില്ല.
അങ്ങനെ ഒരു ഇൻസ്റ്റോളേഷനെ പറ്റി ഇവർ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വലിയ പ്രശ്നത്തിൽ ചെന്ന് പെടുകയാണ്. പിന്നെ ഫുള്ള് ഫെഡറൽ ഏജൻസും കാര്യങ്ങളൊക്കെ വന്ന് ഈ പ്രൊജക്റ്റിനെ പറ്റി അന്വേഷിച്ച്, ഇതൊരു ടോപ്പ് സീക്രട്ട് പ്രൊജക്റ്റ് ആയതുകൊണ്ട് അന്വേഷിച്ച് പിടിച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് നടത്തുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവർ കുറച്ച് പ്രശ്നത്തിലൊക്കെ വന്ന് പെടുകയാണ്. അങ്ങനെ ഒരു ദിവസം പാറ്റ് പ്രൈസിന് കുറച്ച് കോർഡിനേറ്റ്സ് കൊടുത്തു, അതായത് റഷ്യയിലുള്ള കുറച്ച് കോർഡിനേറ്റ്സ് കൊടുത്തു അവിടേക്ക് സ്പൈ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ പാറ്റ് പ്രൈസ് റിമോട്ട് വ്യൂയിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അലാസ്കയുള്ള മൗണ്ട് ഹെയ്സിലേക്ക് ആളുടെ ഈ സൈക്കിക് പവർ പോണത്, അതായത് ആളുടെ റിമോട്ട് വ്യൂയിങ് പോണത്. പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മൗണ്ട് ഹെയ്സ് ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. അവിടെ ആരണക്കോ സിവിലൈസേഷനോ അടുത്തൊരു ടൗണോ ഒന്നുമില്ല, റോഡ്സോ ബിൽഡിങ്സോ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് അവിടേക്ക് ആളുടെ റിമോട്ട് വ്യൂയിങ് ഇത് പോയത്? പിന്നീട് ആൾ അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരു സീക്രട്ട് ബേസാണ് കാണുന്നത്. പക്ഷേ അതിൽ കുറേ അറിയാൻ പറ്റാത്ത ടെക്നോളജി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാം, കുറേ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി. ആൾക്കത് എന്താണെന്ന് മനസ്സിലാവണം കൂടിയില്ല, അത് കുറേ കാര്യങ്ങൾ കാണാൻ. പിന്നെയാണ് ആൾ അതിൻ്റെ ഓപ്പറേറ്റേഴ്സിനെ കാണുന്നത്. ഓപ്പറേറ്റേഴ്സിന് എന്താണ്, ഹ്യൂമനോയിഡാണ്, പക്ഷെ അവർ മനുഷ്യന്മാരല്ല. അങ്ങനത്തെ ഓപ്പറേറ്റേഴ്സിനെ അവർ കാണാൻ. ആ ഓപ്പറേറ്റേഴ്സ് എന്തോ കാര്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതെന്താണെന്ന് ആൾക്ക് പിടികിട്ടണം. ഇങ്ങനെ ഒരു സീക്രട്ട് ബേസിനെ കുറിച്ച് പാറ്റ് അറിഞ്ഞു. പിന്നെ എന്താ സംഭവിച്ചത്? പിന്നെ ഒരു ദിവസം കിട്ടിയത് പാറ്റിൻ്റെ ഡെഡ് ബോഡിയാണ്. നോ ഓട്ടോപ്സി, നത്തിങ്. പാറ്റ് വാസ് ഡെഡ്.